മഹാരാജ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ടോൾ ജംഗ്ഷൻ, ഇടപ്പള്ളി, പള്ളുരുത്തി, തൃപ്പൂണിത്തുറ, കാലടി, എരമലൂർ, അരൂർ പള്ളി, തുറവൂർ, തൃശൂർ. പറവൂരിൽ ആയിരങ്ങൾ അണിനിരന്ന ശ്രീനാരായണ ജയന്തി ഘോഷയാത്ര സംഘടിപ്പിച്ചു. ജാതിയും മതവും പറഞ്ഞ് ഒളിഞ്ഞും തെളിഞ്ഞും ഭിന്നിപ്പുകൾ ഉണ്ടാക്കി വിദ്വേഷ പ്രചരണം നടത്തുന്ന കാലത്ത് അതിനെ ചേർത്ത് തോൽപ്പിക്കാനുള്ള ആയുധമാണ് ഗുരുദർശനമെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറഞ്ഞു. പറവൂർ SNDP യൂണിയൻ സംഘടിപ്പിച്ച ചതയ ദിനാഘോഷ സമാപന സമ്മേളനത്തിൽ മുഖ്യാതിഥിയായി പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. അനുബന്ധിച്ച് നടക്കുന്ന ഈ പരിപാടി നമുക്കറിയാം, നമ്മുടെ എല്ലാവരുടെയും മനസ്സിൽ ഗുരുദേവന്റെ ദർശനങ്ങളും ഗുരുദേവന്റെ ചിന്തകളും നമ്മുടെ മനസ്സുകളിൽ നിറയുകയാണ്. ഗുരുദേവ ദർശനം കാലാധിപത്യമാണ്. അത് സൂര്യചന്ദ്രന്മാരുള്ള കാലത്തോളം ആ ഗുരുദർശനം നിലനിൽക്കുക തന്നെ ചെയ്യും. ഇന്ന് നമുക്കറിയാം, ഒരു നൂറ്റാണ്ടിന് മുമ്പ് ഗുരുദേവൻ നമ്മുടെ നാട്ടിൽ നിലനിന്നിരുന്ന സാമൂഹ്യ വ്യവസ്ഥക്കെതിരായിട്ടുള്ള പോരാട്ടമാണ് നടത്തിയത്. അന്നത്തെ 100 കൊല്ലം മുമ്പുള്ള ഒരു വ്യവസ്ഥയിൽ ഉണ്ടായിരുന്ന സാമൂഹ്യ ഘടനയ്ക്കെതിരായിട്ടുള്ള പോരാട്ടമാണ് നടത്തിയത്. ഒരു വിഭാഗം ജനങ്ങളെ അധസ്ഥിതരായി കാണുകയും പിന്നോക്കം നിൽക്കുന്നവരായി കാണുകയും അവർക്ക് ജീവിതത്തിലുള്ള അവകാശങ്ങൾ നിഷേധിക്കപ്പെടുകയും ചെയ്ത ഒരു കാലം. വഴി നടക്കാൻ അവകാശമില്ലാത്ത, ദേവാലയങ്ങളിൽ പോയി പ്രാർത്ഥിക്കാൻ അവകാശമില്ലാത്ത ശ്രീനാരായണ ഗുരുവിന്റെ ദർശനങ്ങൾ കാലാധിപത്യമാണെന്നും അദ്ദേഹം പറഞ്ഞു. സമാപന സമ്മേളനം മന്ത്രി പി രാജീവ് ഉദ്ഘാടനം ചെയ്തു. ശ്രീനാരായണ ദർശനം ഏറെ പ്രസക്തമായ ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. യഥാർത്ഥത്തിൽ ലോകത്തിലെ തന്നെ നവോത്ഥാന നായകരിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്ഥാനമാണ് ശ്രീനാരായണ ഗുരുദേവനുള്ളത്. കേരളം ഇന്ത്യയുടെ ഇങ്ങേയറ്റത്ത് കിടക്കുന്ന ഒരു പൊട്ടുപോലെയുള്ള ഒരു ചെറിയ ഇടമാണ്. ആ ചെറിയ സ്ഥലത്ത് അന്നത്തെ കാലം നോക്കിയാൽ വളരെ കുറച്ച് ആളുകൾ സംസാരിക്കുന്ന ഒരു ഭാഷയിൽ ദർശനങ്ങൾ മുന്നോട്ട് വെച്ചിട്ടുള്ളൂ എങ്കിലും ആ ദർശനം ഈ ഭൂമിശാസ്ത്രത്തിൻ്റെ എല്ലാ അതിരുകളെയും അപ്രസക്തമാക്കുന്ന സാർവലൗകിക മാനമുള്ള ഒരു ദർശനമാണ്. അത് കാലാധിപത്യമാണ്. കാലാധിപത്യമായ ദർശനം മുന്നോട്ട് വയ്ക്കുമ്പോഴാണ് ദാർശനികന്മാർ മഹാന്മാരായിട്ട് മാറുന്നത്. ശ്രീനാരായണ ഗുരുദേവന്റെ പ്രത്യേകത എല്ലാ തലങ്ങളിലും അദ്ദേഹം ഒരു കാഴ്ചപ്പാട് മുന്നോട്ട് വെച്ചു എന്നുള്ളതാണ്. യൂണിയൻ ചെയർമാൻ CN രാധാകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. നഗരസഭാ ചെയർപേഴ്സൺ ബീന ശശിധരൻ വിശിഷ്ട വ്യക്തിത്വങ്ങളെ ആദരിച്ചു. നഗരസഭാ പ്രതിപക്ഷ നേതാവ് TV നിതിൻ വിദ്യാഭ്യാസ പുരസ്കാരം വിതരണം ചെയ്തു. യൂണിയൻ കൺവീനർ ഷെയ്ജു മനക്കപ്പടി, നഗരസഭാ കൗൺസിലർ രഞ്ജിത്ത് മോഹൻ, ഷീബ വേണുഗോപാൽ, MP ബിനു, D ബാബു, കണ്ണൻ കൂട്ടുകാട്ട, VN നാഗേഷ്, PT ശിവസുധൻ, ഷെയ്ജ മുരളീധരൻ, നിഖില ദിലീപ്, NK സജീവ്, അഖിൽ ശാന്തി, VR ഡോസൻ, ഷോജി പല്ലക്കാട്ട്, D പ്രസന്നകുമാർ എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, പറവൂർ.